രാഹുൽ എന്തുകൊണ്ട് പാലക്കാട്ട് മത്സരിക്കില്ല? രാഹുൽ എന്തുകൊണ്ട് പാലക്കാട്ട് സ്വതന്ത്രനായി മത്സരിക്കില്ല? ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് എത്തിയിരുന്നു. കഴിഞ്ഞ ജനുവരി 11-ാം തീയതിയാണ് അദ്ദേഹത്തെ 3-ാം വ്യാജ പരാതിയിന്മേൽ പാലക്കാട്ട് നിന്നും അദ്ദേഹം കിടന്നുറങ്ങിയിരുന്ന ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അതിനുശേഷം അദ്ദേഹം ഇന്നാണ് പാലക്കാട്ട് എത്തുന്നത്. അദ്ദേഹം ആരംഭിച്ച സ്മൈൽ പദ്ധതി, ഭവനരേഖ നിർമ്മിച്ചു നൽകുന്ന ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണി പൂർത്തിയായ ഭവനങ്ങളുടെ താക്കോൽദാന ചടങ്ങ് നടക്കുന്ന ആ സുദിനത്തിലാണ് അദ്ദേഹം ഇന്ന് പാലക്കാട്ട് എത്തിയത്. വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല ഇന്ന് ചോദിച്ചത്. രാഹുലിന്റെ വായിൽ നിന്നും ഈ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം കിട്ടുമോ എന്നാണ് അവർ ചികഞ്ഞ് ശ്രമിച്ചത്. അന്നേരം അദ്ദേഹം വളരെ സരളമായി പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ, നിങ്ങൾക്ക് വാർത്തകളുടെ കാര്യത്തിൽ കൃത്യമായ ഒരു വേർതിരിവില്ലേ, എൻ്റെ വാർത്തയിൽ കാണിച്ച ആവേശമൊന്നും എന്തുകൊണ്ട് നിങ്ങൾ കാണിച്ചില്ല? എന്നോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് തന്നെ ആ കാര്യങ്ങൾ വ്യക്തമായി അറിയില്ലേ? 112-ൽ ആരാണ് വിളിച്ചത് എന്ന് അന്വേഷിച്ചാൽ പോരെ എന്നൊക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞുവെങ്കിലും ഈ കൊട്ടാരക്കരയിലെ ഈ കോഴിക്കെതിരെ രാഹുൽ കാര്യമായി ഒന്നും പറഞ്ഞില്ല. എന്നാൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? പാലക്കാട്ട് സ്വതന്ത്രനായി മത്സരിക്കുവാൻ തനിക്ക് താല്പര്യമില്ല, എന്നെ പാലക്കാട്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് പാർട്ടിയാണ്, അതുകൊണ്ട് പാർട്ടി പറഞ്ഞാൽ ഞാൻ പാലക്കാട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും, അല്ലാതെ സ്വതന്ത്രനായി ഞാൻ മത്സരിക്കത്തില്ല എന്ന് അവിടെ കൂടിയ മാപ്രകളുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. അതൊന്ന് ആ പ്രസക്ത ഭാഗം കണ്ട ശേഷം ഉടനെ മടങ്ങി വരാം. ആ വാർത്ത പരത്തിയവരോട് ചോദിക്കുന്നതല്ലേ നല്ലത്, എനിക്കതുമായിട്ട് ബന്ധമില്ലല്ലോ. മത്സരരംഗത്തുണ്ടാവും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് എന്നെ മത്സരിപ്പിച്ചത് പാർട്ടിയാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കത്തില്ല. ആയിക്കോട്ടെ, അപ്പോഴും പാർട്ടി തന്നെ തീരുമാനിച്ചോട്ടെ. ഒരു ഉപതെരഞ്ഞെടുപ്പാണ്, ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്നതാണ്, 1.5 വർഷം ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഈ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തെ വിഷമത്തോടെയാണ് കാണുന്നത്. അത് പിന്നെ ഞാനൊരു പൊതുപ്രവർത്തകനായിട്ട് ഒരു 10-18 വർഷത്തിലേറെയായി. ഈ 18 വർഷത്തിനിടയിൽ ജനപ്രതിനിധിയായത് 1.5 വർഷം മാത്രമാണ്. പൊതുപ്രവർത്തനത്തിന് ജനപ്രതിനിധിയാകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളൊന്നുമല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ജനപ്രതിനിധി ആവുക എന്ന് പറഞ്ഞൊരു വലിയ അവസരമാണ്. ജനങ്ങൾ നമ്മൾ അംഗീകരിക്കുക, അതും പാലക്കാട് പോലൊരു പ്രദേശം. എൻ്റെ വീട് ഇവിടെ അല്ലാഞ്ഞിട്ട് കൂടി, എൻ്റെ നാട് ഇതായിരുന്നില്ലാഞ്ഞിട്ട് കൂടി എന്നെ 2 കൈ നീട്ടി ഈ നാട് സ്വീകരിച്ചു. അത് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നതിനകത്തൊക്കെ വലിയ സന്തോഷമാണുള്ളത്. അതൊക്കെ തന്നെ വലിയ അഭിമാനമല്ലേ. അത് പാലക്കാട്ടെ ജനങ്ങൾക്ക് നല്ല കൺവിക്ഷൻസ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല കൺവിക്ഷൻസ് ഉണ്ട്. പാലക്കാടിൻ്റെ സെക്കുലർ പാരമ്പര്യം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം പാലക്കാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ടല്ലോ. പാലക്കാട് വലിയ ചലഞ്ചുകൾ ഉണ്ടാകുമ്പോഴും ഒക്കെ പാലക്കാട് ആ തീരുമാനം എടുത്തിട്ടുണ്ട്. ആണോ? പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രാഹുലിൻ്റെ ആ വർദ്ധിച്ച സ്വീകാര്യത കണ്ട്, ജനപിന്തുണ കണ്ട് രാഹുലിനെ പാലക്കാട് തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നു. അതുപോലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ തന്നെയുള്ള പലർക്കും അതിനോട് താല്പര്യമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വരുമ്പോൾ ഏതാണ്ട് ഈ കാര്യം ചർച്ച ചെയ്യും എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ, രാഹുലിനെ പാർട്ടിയിലേക്ക് തിരികെ എടുക്കുമെന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന സോഷ്യോപാത്ത് മറ്റൊരു കെണിയൊരുക്കിയത്. 1-ാം പരാതിക്കാരിയെ കൊണ്ട് സുപ്രീം കോടതിയിൽ മറ്റൊരു ഹർജി കൊടുപ്പിച്ചു. കേരള ഹൈക്കോടതിയിൽ തൻ്റെ പരാതിയിന്മേൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകിയത് നിയമപരമായി അല്ല, അത് തെറ്റാണ്, അത് റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞ് മറ്റു ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി. യാതൊരു കാരണവശാലും അത് നിലനിൽക്കുന്നതല്ല എങ്കിലും രാഹുൽ ഗാന്ധി വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ കേക്കച്ചൻ്റെ തേൻകണി യാത്രയുടെ തലേ ദിവസവും ആ സമാപന ദിനവും മാധ്യമങ്ങളിലൂടെ ഇദ്ദേഹം തൻ്റെ PR ഏജൻസികളെ കൊണ്ട് നൽകിച്ചത് ഈ ഒരു വിഷയമായിരുന്നു. രാഹുലിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. അപ്പോൾ സ്വാഭാവികമായും ഇവർ ആവശ്യപ്പെടുന്നത്
എന്തായാലും സുപ്രീം കോടതിയിൽ ഇപ്രകാരം ഒരു ഹർജി പോയ സ്ഥിതിക്ക് അതിൻ്റെ ഒരു കാര്യം കൂടി അറിഞ്ഞിട്ടാവാം ഒരു തീരുമാനം എന്ന തലത്തിലേക്ക് രാഹുലിനെ എടുക്കുവാനുള്ള ആ തീരുമാനം അട്ടിമറിച്ചു എന്ന യാഥാർത്ഥ്യം കേരളത്തിലുള്ള ജനങ്ങൾ അറിയണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ വി ഡി സതീശൻ എന്ന സോഷ്യോപാത്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവൻ്റെ ബുദ്ധി അവിടം കൊണ്ടും തീർന്നില്ല. മറ്റൊരു പരാതിക്കാരിയെ കൊണ്ടും സമാനമായ രീതിയിൽ കീഴ്ക്കോടതിയിൽ തന്നെ വിളിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ വിഷയം വിടാതെ പിന്തുടരുകയാണ്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ദിനം വരെ ഈ വിഷയം ആളിക്കത്തിച്ച് രാഹുലിനെ ഒരു കളങ്കിതനാക്കി മുദ്രകുത്തി വെറുക്കപ്പെട്ടവനായി ചിത്രീകരിക്കുവാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് രാഹുൽ പാലക്കാട്ട് വരുന്നുണ്ട് എന്നറിഞ്ഞ് ഇവൻ തൻ്റെ PR ഏജൻസികളെ കൊണ്ട് ഈ ചില പപ്പരാസികളെ കൊണ്ട് ഒരു ചോദ്യം ചോദിപ്പിച്ചു. അവർ മനഃപൂർവ്വം ചോദിച്ചതാണ് രാഹുൽ പാലക്കാട്ട് സ്വതന്ത്രനായി നിൽക്കുമോ എന്ന്. അതൊരു കെണിയായിരുന്നു എന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരിച്ചറിയുക. ഇപ്രകാരം ഒരു ചോദ്യത്തിന് രാഹുൽ ഞാൻ സ്വതന്ത്രനായി നിൽക്കുമെന്ന് പറഞ്ഞാൽ, അപ്രകാരം ഒരു മറുപടി രാഹുൽ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇവന്മാർ അത് പ്രൊപ്പഗേറ്റ് ചെയ്യും. രാഹുൽ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു, രാഹുൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച് സ്വതന്ത്രനായി നിൽക്കാൻ പോകുന്നു. അതുകൊണ്ട് പാർട്ടി അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം, പാർട്ടിക്കെതിരെ ഒരു പടപ്പുറപാടികൾ നടത്താൻ പോവുകയാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുമായിരുന്നു. അതൊരു കെണിയായിരുന്നു. ആ കെണി മനസ്സിലാക്കിയാണ് രാഹുൽ മാങ്കൂട്ടം അപ്രകാരം ഒരു മറുപടി പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ചില മാധ്യമങ്ങൾ ഒഴികെ രാഹുൽ ആ പറഞ്ഞ മറുപടി പലരും അത് കട്ട് ചെയ്ത് കളഞ്ഞു, കൊടുത്തില്ല. രാഹുൽ പറഞ്ഞ മറ്റു കാര്യങ്ങളെല്ലാം അവർ കൊടുത്തു. എന്നാൽ രാഹുൽ എന്നെ നിർത്തിയത്, പാലക്കാട്ട് നിർത്തിയത് പാർട്ടിയാണ്. പാർട്ടി ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ പാർട്ടിയിലില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അഭിപ്രായം പറയുവാൻ ഞാനാണല്ല. സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടാൽ ഞാൻ നിൽക്കും, അതല്ലാതെ സ്വതന്ത്രനായി നിൽക്കില്ല എന്ന വളരെ ബുദ്ധിപൂർവമായ ഒരു മറുപടിയാണ് രാഹുൽ പറഞ്ഞത്. അത് രാഹുലിനെതിരെ ഉമ്മാറിട്ട ഒരു കെണിയായിരുന്നു, രാഹുലിനിട്ട് അടുത്ത പണി കൊടുക്കുവാൻ. പക്ഷേ രാഹുൽ വളരെ സമർത്ഥമായി അതിനെ കൈകാര്യം ചെയ്തു, ഇപ്രകാരം ഒരു മറുപടി പറഞ്ഞു. പക്ഷേ പല മാധ്യമങ്ങളെ കൊണ്ടും ഇവന്മാർ ആ ഭാഗം വെട്ടിമാറ്റി എന്ന് പറയുമ്പോൾ ഈ കേക്കച്ചൻ്റെയും കൂട്ടരുടെയും പണി എത്രമാത്രമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, ഇനി രാഹുൽ മാങ്കൂട്ടം ഇന്ന് നടത്തിയ, രാഹുൽ വന്നപ്പോൾ തന്നെ ഈ കൊട്ടാരക്കര കോഴിയുടെ വിഷയമാണ് ഇവന്മാർ ഇട്ടത്. രാഹുലിൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും കാര്യമായി കിട്ടുമെന്ന് കരുതിയാണ് അവന്മാർ ഇട്ടത്. പക്ഷേ വളരെ തന്മയത്തോടുകൂടി രാഹുൽ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ട ശേഷം ഉടനെ മടങ്ങി വരാം. പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തേക്ക് പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ട് എങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു? SP ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? ഇത്തരം ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളിത് ചോദിക്കുന്നില്ല. എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാനും ചോദിക്കുന്നില്ല. ഇതൊക്കെ പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണല്ലോ, അല്ലേ? അറിയാത്തതാണോ? ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങളിതൊക്കെ അറിയുന്നത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വാർത്തകൾക്ക് നമുക്കൊരു സെലക്ടിവിറ്റി ഒക്കെ ഉണ്ട്, അല്ലേ? ഏതൊക്കെ വാർത്തയാക്കണം, ഏതൊക്കെ വാർത്തയാക്കണ്ട എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെന്ന് എനിക്കറിയാം വ്യക്തിപരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് വാർത്തയാക്കാൻ താല്പര്യം, പിന്നെ ഞാനതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്നോട് നിങ്ങൾക്കറിയാത്ത എന്തോ ഒരു കാര്യം ചോദിക്കുന്നത് പോലെ ചോദിക്കേണ്ട, നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണത്. ഇപ്പോൾ PK ശശിയെ UDF-മായി സഹകരിക്കാൻ ഒരു സാധ്യതയും ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയെന്ന് പറയുന്നു. ഇപ്പോൾ ഈ നേരത്തെ സമാനമായ ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഒന്നും എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമുള്ളതല്ലോ. ഞാൻ നിലവിൽ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്ത ഒരാളാണ്, പാർട്ടി നടപടി നേരിടുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. അത് തീരുമാനിക്കുന്ന പാർട്ടിയല്ലേ. അത് പാർട്ടിയിൽ നടപടിയെടുത്ത ഒരാൾ എങ്ങനെയാണ് ആ വിഷയത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം നടത്തേണ്ടത് ഞാനല്ല. അത് പാർട്ടി, സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി എന്ന നിലയിൽ നിരവധി നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെല്ലാവരും കൂടെ കൂടിയാലോചിച്ചിട്ടാണല്ലോ എല്ലാ തീരുമാനങ്ങളും എടുക്കുക. അപ്പോൾ അതുപോലെ അവർ തീരുമാനം എടുക്കുക. അപ്പം ഇപ്പോൾ ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്തും അത്തരം കാര്യങ്ങൾ, നിങ്ങൾ നേരത്തെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയൊക്കെ ചോദിച്ചു, ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്തും അത്തരം കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റുന്ന പദവിയിലിരുന്ന ആളല്ല ഞാൻ. അപ്പോൾ പാർട്ടി ഒരു നടപടിയെടുത്ത് പുറത്തു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായം പറയാൻ യാതൊരു വിധമായ സ്പേസുമില്ല, വോയിസുമില്ല. മുൻപും ഞാൻ ആ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു ഫോറത്തിൻ്റെ ഭാഗമായിരുന്ന ആളല്ല. ഞാൻ തീരുമാനങ്ങൾ അനുസരിച്ചിരുന്ന ഫോറത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ പാർട്ടിക്ക് പുറത്ത് നിൽക്കുമ്പോഴും തീരുമാനങ്ങൾ അനുസരിക്കുന്ന ഒരു പാർട്ടി അനുഭാവിയാണ്. ഓക്കെ, താങ്ക് യു. ഗണേഷ് വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ രാഹുലിന്റെ വിഷയത്തിൽ ഗണേഷ് വിഷയത്തിൽ രണ്ട് നിലപാടെടുത്തുന്നാണോ പൊതുസമൂഹം? അത് നിങ്ങളാ തീരുമാനിക്കണ്ടേ, അല്ലേ? നിങ്ങൾക്കറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ അത്.
നിങ്ങൾക്കറിയാത്ത കാര്യമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിനകത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ സമീപനം നിങ്ങൾ ആലോചിക്കൂ. എന്നോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും ഇപ്പം പ്രസാദിന് അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രസാദേട്ടൻ വളരെ, ഞാൻ പേര് പറയുന്നത് വിഷമമൊന്നുമില്ലല്ലേ, പ്രസാദേട്ടൻ വളരെ സീനിയർ ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ് അല്ലേ. പ്രസാദേട്ടന് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് പാലക്കാട് ദീർഘകാലം ഉണ്ടായിരുന്ന ഒരാളാണ്, പാലക്കാടിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഫോൺ കോളുകളെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. അപ്പം താങ്കൾക്ക് എന്നേക്കാൾ ആധികാരികമായി ഈ വിഷയം അറിയുന്ന ആളാണ്. പിന്നെന്തിനാ വളരെ എളിയവനായി എന്നെ പ്രയാസപ്പെടുത്തുന്നത് എന്തിനാ? ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എനിക്ക് വേണമെങ്കിൽ ഡിപ്ലോമാറ്റിക്കായിട്ട് പറയാമല്ലോ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തെന്ന് പറയാമല്ലോ. ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങൾക്കറിയാത്തൊരു കാര്യമില്ല. അതിനകത്തൊരു സെലക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇന്നത് കൊടുക്കണം, ഇന്നത് കൊടുക്കണ്ട, ഇന്നത് കൂടുതൽ ഗ്രാവിറ്റിയിൽ കൊടുത്തേക്കാം, ഇന്നത് കൊടുക്കുകയേ വേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള പരിപൂർണമായ, അതിനാണല്ലോ എഡിറ്റർമാരുള്ളത് അല്ലേ. മാധ്യമ സ്ഥാപനങ്ങളിൽ എഡിറ്റർമാരുള്ളത് ആവശ്യമായ വാർത്തകൾ കൊടുക്കാനും അവർക്ക് അഹിതമായിട്ടുള്ള വാർത്തകൾ വെട്ടിക്കളയാനും വേണ്ടിയിട്ടാണ് എഡിറ്റർമാരുള്ളത്. ആ എഡിറ്റർമാരുടെ സ്വാതന്ത്ര്യത്തെ ഞാനെന്തിനാണ് കൈകടത്തുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഈ നാട്ടിൽ എല്ലാവരുടെയും പബ്ലിക് ഡൊമൈനിലുള്ളൊരു വിഷയത്തിൽ ഞാനെന്തിനാണ് പറയുന്നത്? നിങ്ങൾക്കറിയാമല്ലോ. പ്രസാദിന് അറിയാവുന്നതിൽ കൂടുതൽ എനിക്കറിയില്ല. പ്രസാദിന് അറിയുന്നതിൻ്റെ അത്രയും പോലും ആ ചിരി കാണുമ്പോൾ അറിയാം. പ്രസാദിൻ്റെ ആ ചിരി കാണുമ്പോൾ അറിയാം. അല്ല, ഞാൻ പറഞ്ഞ പ്രസാദിൻ്റെ ചിരി കാണുമ്പം, ഇപ്പോൾ പുതിയ മാധ്യമ സ്ഥാപനത്തിലും കൂടെ അദ്ദേഹം, അപ്പോൾ ഒരു വളരെ മുതിർന്ന മാധ്യമപ്രവർത്തക എന്ന നിലയിൽ അങ്ങയുടെ ചിരി കാണുമ്പോൾ എനിക്കറിയാം അങ്ങേക്ക് ഈ വിഷയത്തെപ്പറ്റി ഈ വിഷയത്തെപ്പറ്റി മാത്രമല്ല അങ്ങേക്ക്, അതിനും അപ്പുറം അങ്ങേക്ക് അറിയാം. അതപ്പം നോക്കട്ടെ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. സർക്കാരിൻ്റെ നിലപാടുകൾ ജനങ്ങൾ സംശയിക്കില്ലേ? സർക്കാർ ഈ വിഷയത്തിനകത്ത്, ഇത്തരം വിഷയങ്ങൾക്കകത്ത് എടുക്കേണ്ടുന്ന സമീപനങ്ങളിൽ ഇരട്ടത്താപ്പുണ്ടോ, രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ സർക്കാർ മറുപടി പറയേണ്ടി വരും. ഞാനതിനകത്ത് കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. നിങ്ങൾക്കറിയുന്നതിൻ്റെ അത്രയും പോലും എനിക്കറിയില്ല. നിങ്ങളിൽ പലരും പറഞ്ഞിട്ടുള്ള അറിവൊക്കെ എനിക്കുള്ളൂ. നിങ്ങൾക്കറിയുന്നതിൻ്റെ അത്രയും പോലും എനിക്കറിയില്ല. തീർച്ചയായിട്ടും പാലക്കാട് എം എൽ എ ആണല്ലോ, സ്വാഭാവികമായിട്ടും. ഇപ്പം ഞാൻ ഇവിടെ ഫിസിക്കലി പ്രസൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും പാലക്കാട് എം എൽ എ എന്ന നിലയിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ നിന്ന്, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ, ഒരു എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊരു വീഴ്ചയും ഇന്നത്തെ ദിവസം വരെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല. അടുത്ത ദിവസങ്ങൾ അതിൻ്റെ 1.5 വർഷക്കാലത്തെ എം എൽ എ എന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഈ നാട്ടിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നതിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ വളരെ സന്തോഷകരമായി നിങ്ങളൊരു ചോദ്യമെങ്കിലും ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ എന്നെ വിമർശിക്കാൻ വേണ്ടി വല്ലാതെ ഉപയോഗിച്ചൊരു പദ്ധതിയാണല്ലോ സ്മൈൽ പദ്ധതി. എന്നെ വിമർശിക്കാനും എന്നെ ആക്ഷേപിക്കാനും വേണ്ടി വല്ലാതെ ഉപയോഗിച്ചൊരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിൻ്റെ വേളയിൽ നിൽക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ ആരെയും ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനോ എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കാനോ ആളല്ല. പക്ഷേ ഞാൻ പറയുകയാണ്, വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. കാരണം ഒരു എം എൽ എ എന്ന നിലയിൽ 1.5 വർഷക്കാലം, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 വർഷക്കാലം, 1.5 പൂർത്തീകരിച്ചിട്ടില്ല ഇതുവരെ. ആ 1.5 വർഷക്കാലം കൊണ്ട് നമ്മൾ 12 വീടുകളുടെ തറക്കല്ല് ഇട്ട് നമ്മൾ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു. ഇപ്പോൾ 5 വീടുകളുടെ താക്കോൽ ദാനം ഈ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കൈമാറുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഞാനിവിടെ കണ്ണാടിയിൽ സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് കടന്നു പോകുമ്പോഴാണ് ഒരു കുറിപ്പ് കിട്ടുന്നത്. ആ ഒരു കുറിപ്പ്, എനിക്ക് ഒരു വീട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുറിപ്പും, സ്റ്റേജിൽ കയറിയപ്പോൾ അടുത്ത കുറിപ്പ് അവൾക്ക് വീട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരൻ്റെ ഒരു കുറിപ്പും. ആ 2 കുറിപ്പും കണ്ടു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നി, വളരെ അതേസമയം തന്നെ വിഷമവും തോന്നി. ആ സന്തോഷത്തിൽ നിന്നും വിഷമത്തിൽ നിന്നുമാണ് നമ്മൾ ഈ വീട് ചൂസ് ചെയ്യുന്നത്. ആ വീടിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ, പ്രത്യേകിച്ച് ഇൻഡൽ മണിയോട് വലിയ സ്നേഹവും സന്തോഷവുമാണുള്ളത്. അപ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു വളരെ വേഗത്തിൽ. നിങ്ങൾക്ക് തന്നെ അറിയാം, തറക്കല്ലിട്ട ദിവസം നിങ്ങൾ ഉണ്ടായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനകത്ത് വലിയ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഓഡിറ്റോറിയം എന്ന് പറയുന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കി. അത് വളരെ വേഗത്തിൽ അത് മുന്നോട്ട് പോകുന്നു. നമ്മൾ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ സർക്കാർ പല രീതിയിൽ നമ്മളെ മുടക്കാൻ ശ്രമിച്ച എല്ലാ പദ്ധതികളും നമുക്ക് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിന്നെ ഭരണപരമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വീഴ്ച വന്നു എന്നുള്ളൊരു ഒരാൾക്കും, എന്നെ ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന ഒരു എതിരാളിക്ക് പോലും ചൂണ്ടിക്കാണിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് ഒരുമിച്ച്, അതിനകത്ത് മാധ്യമപ്രവർത്തകർ നിലയിൽ നിങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാത്തൂർ ഒരു സ്കൂള് അത് തകർച്ചയെ നേരിട്ടപ്പോൾ നിങ്ങളാണ് ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മൾ ആ സ്കൂളിന് 1 കോടി രൂപയാണ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ കൂട്ടായിട്ട് പാലക്കാട് ഒന്നിച്ച്, അതിൽ മാധ്യമപ്രവർത്തകർ, എന്നെ വിമർശിക്കുന്നവരുണ്ട്, എന്നെ എതിർക്കുന്നവരുണ്ട്, എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയേക്കുന്നവരുണ്ട്, എന്നെ ഒപ്പം ചേർത്ത് പിടിച്ചവരുണ്ട്, എന്നെ ചേർത്ത് സംരക്ഷിക്കുന്നവരുണ്ട്. അവരെല്ലാവരും കൂടെ, നമ്മളെല്ലാവരും കൂടെ പാലക്കാടാണ് നമ്മൾ
ആ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. അതിൻ്റെ തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും. പാലക്കാട് തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ആ സമയത്ത് താങ്കൾ പാർട്ടിക്ക് പുറത്താണ്, ഇപ്പോൾ നിലവിലെ MLA ആണ്. ഇപ്പോൾ വികസന നേട്ടങ്ങളെ പറ്റി വിശദീകരിക്കാനോ ഒക്കെ ഈ ക്യാമ്പയിൻ സമയത്ത് താങ്കൾ പാലക്കാട് ഉണ്ടാകുമോ? വരും ദിവസങ്ങളിലൊക്കെ ക്യാമ്പയിൻ തുടങ്ങും. അല്ല, അത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് പാർട്ടി നടപടി എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പാർട്ടിക്ക് അകത്തുള്ളപ്പോഴും പുറത്തുള്ളപ്പോഴും പാർട്ടിയുടെ എല്ലാ അച്ചടക്കത്തെയും പാലിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുണ്ടാകില്ല. പക്ഷേ ഒരു MLA എന്ന നിലയിൽ ഈ നാടൊരവസരം തന്നപ്പോൾ, എൻ്റെ പ്രസ്ഥാനം ഒരവസരം തന്നപ്പോൾ 1.5 വർഷക്കാലം കൊണ്ട് എന്തെല്ലാം ഭരണപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് പിന്നെ പുതിയ റോഡുകളുടെ രൂപത്തിലും ആശുപത്രി ബ്ലോക്കിൻ്റെ രൂപത്തിലും പുതിയ സ്കൂളുകളുടെ രൂപത്തിലുമെല്ലാം ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള ഇപ്പോൾ ഓഡിറ്റോറിയം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. അതിനകത്തൊന്നും നമ്മൾ രാഷ്ട്രീയം പോലും നോക്കിയിട്ടില്ല. ഇപ്പോൾ കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അന്നും ഭരിച്ചത്, ഇപ്പോഴും ഭരിച്ചത്. പക്ഷേ നമ്മൾ ഓഡിറ്റോറിയം നിർമ്മിക്കാനായിട്ട് കണ്ണാടിയിൽ ഓഡിറ്റോറിയം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ണാടിയിൽ ഓഡിറ്റോറിയം നിർമ്മാണമായിട്ട് പോവുകയാണ്. പഞ്ചായത്ത് ഭരണസമിതി അതിനോട് പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് വികസന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം നമ്മൾ നോക്കിയിട്ടില്ല. ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം നിങ്ങൾ കാണുന്നതാണ്. ടൗൺ ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്ക് നമ്മൾ അനുവദിച്ചൊരു ഫണ്ട് അംഗീകരിക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായതാണ്. അല്ലെങ്കിൽ നമുക്ക് ജനുവരിയോടുകൂടി തന്നെ നമുക്ക് ടൗൺ ഹാളിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുമായിരുന്നു. ഒരു ഫണ്ട് നമുക്ക് അനുവാദം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന തടസ്സം മാത്രമാണ്. പക്ഷേ അതിനെ നമ്മൾ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും 1.5 വർഷക്കാലം എന്തെല്ലാം ഇവിടെ ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളിലും ഞാൻ ഉണ്ടാകും. വീണ്ടും മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താ പറയുന്നത്? അതൊക്കെ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തോട് ചോദിക്കേണ്ടതാണ്. കാരണം ഞാൻ സ്വതന്ത്രനായിട്ടെങ്കിലും മത്സരിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കാണുന്നുണ്ട്. അവർക്ക് മത്സരിക്കണം എന്നാണ്. രാഹുൽ വീണ്ടും സ്വതന്ത്രനായിട്ടെങ്കിലും മത്സരിക്കണം എന്ന് ഒരുപാട് കോൺഗ്രസ്സുകാരെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയാനായിട്ട് കാണുന്നുണ്ട്. അവരോട് എന്താണ് പറയുന്നത്? അല്ലത് സന്തോഷവും സ്നേഹമുള്ളൊരു കാര്യമാണല്ലോ. നമ്മൾ ഉണ്ടാകണം എന്ന് ഒരാൾ പറയുന്നത് നമുക്ക് സന്തോഷവും സ്നേഹമുള്ളൊരു കാര്യമാണ്. അതിപ്പം നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്, മറ്റൊരാൾ പറഞ്ഞാൽ സന്തോഷവും സ്നേഹമുള്ള കാര്യം. താങ്ക് യു. രാഹുലിൻ്റെ ഈ പ്രതികരണം കണ്ടല്ലോ. കോൺഗ്രസ് നേതാക്കന്മാർ ചിന്തിച്ചില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുക. ഇതുപോലെ നന്മയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഈ പാർട്ടിയിലുണ്ടോ? രാഹുലിനുണ്ടായതുപോലുള്ള ഒരു ദുരനുഭവമോ ഒരു മാസി വട്ടായിക്കോ ഇന്ന് നിലവിലുള്ള VD സതീശനോ അല്ലെങ്കിൽ K മുരളീധരനോ ഉണ്ണിത്താനെതിരെയോ അല്ലെങ്കിൽ KC വേണുഗോപാലിനെതിരെയോ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയോ ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ പാർട്ടിയിലെ നേതൃത്വം തന്നെയാണ് ഇപ്രകാരം ചെയ്തത് എന്ന് മനസ്സിലാക്കിയിരുന്നതെങ്കിൽ ഇപ്രകാരം അവർ സംസാരിക്കുമായിരുന്നു. അവർ എപ്രകാരമായിരിക്കും സംസാരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് രാഹുൽ ഇപ്രകാരം പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ വളരെയേറെ പ്രതീക്ഷയിലാണ്. ഈ നാണംകെട്ടവന്മാർക്ക് സ്വബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ, അവർ ചെയ്ത തെറ്റ് തിരുത്തിയിരുന്നെങ്കിൽ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അല്ലാത്ത പക്ഷം രാഹുൽ ഇപ്പോൾ ഇപ്രകാരം ഒരു നിലപാട് എടുത്താലും കേരളത്തിലെ ജനങ്ങൾ അതിൻ്റെ 10 ഇരട്ടി വാശിയോടെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള പ്രതികാരം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അയാളുടെ സംസ്കാരവും അയാളുടെ ആ മനസാക്ഷിയും വെച്ച് അദ്ദേഹം ഒരു കോൺഗ്രസിനെ നെഞ്ചിലേറ്റി മിണ്ടാതിരുന്നാലും കേരളത്തിലുള്ള ജനങ്ങൾ അതിനെ വെറുതെ വിടില്ല. ഇവന്മാരെ 140 മണ്ഡലങ്ങളിലും അടിപതറിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ITV ന്യൂസും നമ്മുടെ മിഷനുമായി മുന്നോട്ട് പോകും. രാഹുലിന് നീതി തേടി നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 147-ാം ദിനമാണ്. ആദ്യം നമ്മൾ ആരംഭിച്ച മിഷൻ 60യുടെ ആ ദിനവും കൂടെ കൂട്ടി ഇന്ന് കൃത്യമായി പറഞ്ഞാൽ 207-ാമത്തെ ദിവസമാണ് നമ്മൾ ഈ ഒരു ആവശ്യവുമായി മുന്നോട്ട് പോകുന്നത്. ഇന്നെനിക്ക് ലഭിച്ച ഏതാനും ചില പ്രതികരണങ്ങൾ കേട്ട ശേഷം ഉടനെ മടങ്ങി വരാം. കറിയാക്കേജി എന്നാണ്, തൃശ്ശൂര്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും, അതിനൊരു സംശയവും വേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നിടത്ത് എന്റെ വോട്ട് വേറെ സ്ഥലത്താണെങ്കിൽ അവിടെ പോയി ഒപ്പം പ്രവർത്തിക്കാൻ വരെ ഉണ്ടാവും. അതിന് സംശയമൊന്നുമില്ല. പാലക്കാട്ട് സ്വതന്ത്രമായി നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടം നിൽക്കണമെന്ന് തന്നെയാണ്. 24 റിപ്പോർട്ടർ ചാനല്, കൈരളി, ഇതൊന്നും കാണല് പോലും ഇല്ല നമ്മള്. അത്രയ്ക്ക് കറക്റ്റായിട്ടാണ് അവരുടെ ഇതിൽ നിന്ന് നമുക്ക് കാണാതെ മനസ്സിലാവുന്നുണ്ട്. ഓരോ ഇതും വെക്കുമ്പോഴും കൈരളിയിലെ ഇടയ്ക്കൊന്ന് മാറ്റി വെക്കും, ഇടയ്ക്ക് അത് നേരെ തിരിച്ചു അങ്ങോട്ട് മാറ്റി വെക്കും. ഈ സതീശൻ സുപ്രീം കോടതിയിൽ ഇവർക്ക് വേണ്ടി കേസ് കൊടുത്തിരിക്കുകയാണ് ഈ വിഷയം വീണ്ടും ലൈവ് ആണെന്ന് വരുത്തി തീർക്കുവാൻ.
സുപ്രീം കോടതിയിലെല്ലാം എവിടെ കൊടുത്താലും കേരളത്തിലെ ഇവിടെ ജയിച്ചിട്ട് വേണമല്ലോ സതീശനെ തോൽപ്പിക്കാന്നുള്ളത് മെയിൻ ഒരു ഉദ്ദേശം കൂടിയാണ്. സതീശൻ എവിടെ നിന്നാലും അവിടെ തോൽപ്പിക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശവും കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കുന്ന, മര്യാദയുള്ള ഒരു പ്രവർത്തകനെ സ്നേഹിക്കുന്ന എല്ലാവരും അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേസിനെ നമുക്ക് കൊണ്ടുവരാനുള്ള വല്ല സാധ്യതയും ഉണ്ടോ? കിട്ടുമല്ലോ. കേസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര കണ്ട് ഈവന്മാർ ഈ കേക്കച്ചനും മറ്റേ ഈ എന്തൊരുത്തന രമേശ് ചെന്നിത്തല ഇവനൊന്നും ഇത്ര കണ്ട് വാല് പൊക്കത്തില്ലായിരുന്നു. പക്ഷെ അതൊരു വലിയ വാഴ്ചയായി പോയി കോൺഗ്രസ് പാർട്ടിക്ക്. കെ സുധാകരൻ നിന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ കൂടെ ഇനിയും 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 ഇതുപോലുള്ള പിള്ളേർ എത്ര പിള്ളേർ, ഈ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടോ അബിൻ ബർക്കി ഇവരൊക്കെ വന്നപ്പോൾ മാത്രമാണ് കോൺഗ്രസിൽ പിള്ളേരുണ്ടെന്നും അറിയുന്നത്. കോൺഗ്രസിൽ 100 മണ്ഡലങ്ങൾ വേണമെങ്കിലും അതേ ക്വാളിറ്റിയിലുള്ള വിദ്യാഭ്യാസമുള്ള പിള്ളേർ നിൽക്കാൻ റെഡിയായിട്ടുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ടുള്ള. അതിനുവേണ്ടി രാഹുൽ പ്രിയപ്പെട്ട സുനിൽ ഒന്ന് ശ്രമിക്കുക. കേസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വളരെ വളരെ നല്ല കാര്യമാണ്. ഇവനോട് ഈ പിണറായി വിജയൻ ചെയ്ത രക്ഷാപ്രവർത്തനത്തിന് ഒരു പ്രതികാരമെങ്കിലും നമുക്ക് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാകട്ടെ. അങ്ങയുടെ 2-3 മാസം കൊണ്ടുള്ള കഠിനാധ്വാനം 3-4 മാസമായി ഫലം കണ്ടുകൊണ്ടിരിക്കുന്നു. വിജയിക്കട്ടെ. നിങ്ങൾ അഹോരാത്രം രാഹുലിന് വേണ്ടി ശ്രമിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും അദ്ദേഹത്തെ തിരിച്ച് പാലക്കാട് MLA ആയി കൊണ്ടുവരാനും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സുനിൽ വളരെയധികം ശ്രമിച്ചു. ഒരുത്തൻ്റെ മുമ്പിൽ വളയാതെ, നട്ടല് വളയാതെ ധീരനായി നിന്ന് പ്രവർത്തിച്ച ഞങ്ങൾക്ക് 1000 നന്ദി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.